കടലിൻ്റെ ഇടയ്ക്കുള്ളൊരു പൂട് കൊള്ളാം. ഇതിൻ്റെ അടിയോടെ നേരെ കടലിലോട്ട് പോകണത് കേട്ടാ. ഒരു വലിയൊരു പാറ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഇടിഞ്ഞാണ്ട് പോയത് നേരെ കടലിൽ എടുക്കണ്ടാവും നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ. യാത്ര നമ്മളൊരു അടിപൊളി കടൽ തേടിയിട്ടുള്ള യാത്രയാണ്. ഈ മല പിടിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കണം. അവിടെ നിന്നാണ് പിന്നെ ഫുള്ള് കടൽ പിടിച്ചൊരു 25 കിലോമീറ്റർ. ടോട്ടൽ നമ്മൾ താമസിക്കുന്നിടത്ത് 36 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ യാത്രയാണ്. ഇതേ സൈക്കിൾ എടുത്ത് പെട തുടങ്ങി. അപ്പം അവിടുത്തെ വീഡിയോസ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. മലയുടെ സൈഡ് പിടിച്ച് ഇപ്പുറത്ത് കടൽ പിടിച്ച് നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര. പകുതി മുക്കാലും കവർ ചെയ്തു. ഇനിയൊരു 15 കിലോമീറ്ററോടെ നമുക്ക് പോകണം ഈ കടലിൻ്റെ സൈഡ് പിടിച്ചിട്ട്. ഈ സൈഡ് ഫുള്ള് കാടോട്ടോ. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് പർവ്വതം കേട്ടോ. അതിന് ഫുള്ള് ചീവീടുകളുടെ സൗണ്ട് കേൾക്കാം. നമ്മുടെ ആൽഫ് പർവ്വതം നേരെ സൈഡ് ചേർന്ന് വരുന്ന കടലാണിത്. കണ്ടില്ലേ, നല്ല ക്ലിയർ ഉണ്ട്. യൂറോപ്പിലൊക്കെ അങ്ങനെയാണോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഫുള്ള് ചീവീടുകൾ കേട്ടോ കാട്ടിൽ. സാധാരണ ഇങ്ങനെ ഇതുപോലെ കേൾക്കൽ കുറവാണ്. രാത്രിക്കല്ല ഉണ്ടാവാറുള്ളൂ. താഴെ ബീച്ച്. ഈ ബീച്ചിൻ്റെ പേരാണ് ബിക്കിനി ബീച്ച്. അവിടെ ഒരു പാറമ ഒരു ഈത്തപ്പഴം പോലെ സാധനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ടണലുകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ചെറിയൊരു ടണലാണ് വരാൻ പോകുന്നത്. ചെറിയൊരു ടണല്. കാറിൽ പോകുമ്പോൾ നമുക്ക് വേറെ വഴിയാണ് വരാം, കുറച്ചുകൂടി എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പാറ പുഴ കണ്ടതിൽ അപ്പുറത്ത് കടൽ. ഓ, വല്ലാത്തൊരു ഏരിയ തന്നെ. പാറകള് വെട്ടി തുറന്നിട്ടുള്ള ഏരിയ. ഓ, വല്ലാത്ത ഈമൻ കേട്ടോ. താഴോട്ട് പോണ റോഡ് നോക്കിയ സ്റ്റെപ്പ് പോലെ. അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണിയാ. തിരിച്ച് കയറണമെങ്കിൽ വയ്യാണ്ടാവും നമ്മള്. നമ്മുടെ ആണെങ്കിൽ സാധാ സൈക്കിളല്ലേ. കടൽക്കാക്കനെ കിട്ടിയിട്ടുണ്ട്. ആൾക്ക് ചിക്കൻ്റെ പീസ് ഇട്ടെടുക്കുമ്പോൾ ആൾ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ. ആഹാ, ഫുള്ള് പാറ തുരന്നുണ്ടാക്കിയാണ് കേട്ടോ താഴ്ഭാഗം. കാറുകൾ പോണ സ്റ്റെപ്പ് പോലെ പോകുന്നു. കൂടി ഉള്ളൂ. നമ്മൾ വലിയൊരു ഏരിയ അങ്ങനെ നമ്മൾ കവർ ചെയ്തു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇനി അവിടെ പോയിട്ടൊന്ന് കുളിക്കണം. അപ്പോൾ ഒരു ആഴ്ച കിലോമീറ്റർ നമുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇന്നത്തെ ലോങ് ജേണി നമ്മൾ ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. മലകളുടെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ സിറ്റി കേട്ടോ. അവിടെ നിന്ന് ആ മല പിടിച്ച് കറങ്ങി അപ്പുറത്തെ സൈഡിൽ വന്ന് അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങി
ഇങ്ങനെ വന്ന് ആണോ ഫുള്ള് കറങ്ങി നമ്മൾ അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടോ. ഫൈനലിത് അവിടെ എത്തി. ഫുള്ള് ഇടവഴി കേട്ടോ. അപ്പോൾ കുറേ 1/2 കിലോമീറ്ററിന് മേളിലായിട്ട് ഫുള്ള് ഇങ്ങനത്തെ ഇടനാഴി വഴിയിലൂടെ വരുന്നത്. ഇടവഴി കേട്ടോ. 1/2 കിലോമീറ്റർ ആയിട്ട് ഫുള്ള് ഇങ്ങനത്തെ ഇടവഴിയിലൂടെ നമ്മൾ വന്നോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സീൻ നമ്മൾ എത്താറായി. ഇപ്പോൾ കാണാം ആ ബ്യൂട്ടിഫുൾ സ്ഥലം നമുക്ക് കാണാം. ഓ കൊള്ളാലോ ഉമ്മി. ഓ വല്ലാത്തൊരു ഏരിയ തന്നെയാണല്ലോ. ആൾക്കാരൊക്കെ ചാടുന്നുണ്ട് അങ്ങോട്ട്. ബഹളം മയം. കുഞ്ഞ കൈവഴികളാട്ടോ. ഫുള്ള് കൈവരിയൊക്കെ വെച്ച് മരം കൊണ്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. കടലിൻ്റെ ഇടയിലുള്ളൊരു പാറകളോട്ടോ. നല്ല രസമുണ്ട്. കാടിൻ്റെ ഒരു ഫുള്ള് ചുറ്റു കാട്. കടലിൻ്റെ ഇടയ്ക്കുള്ളൊരു പൂട് കൊള്ളാം. ഇതിൻ്റെ അടിയോടെ നേരെ കടലിലോട്ട് പോകണത് കേട്ടാ. ഒരു വലിയൊരു പാറ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഇടിഞ്ഞാണ്ട് പോയത് നേരെ കടലിൽ എടുക്കണ്ടാവും നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഗുഹ പോലത്തെ സ്ഥലം വരുന്നത്. അപ്പുറത്ത് ഫുള്ള് കടൽ. നമ്മൾ സ്ഥിരം പോകാറുള്ള കടൽ ആ ഒരു മലകളുടെ അപ്പുറത്താട്ടോ. നമ്മൾ അവിടെ നിന്ന് വരണം. ആ മലകളൊക്കെ കറങ്ങി ആ സൈഡിലോട്ട് പിടിച്ച് ഇങ്ങനെ കറങ്ങി അവസാനം നമ്മൾ ഈ സ്പോട്ടിലെത്തിയത്. വെറൈറ്റി സ്പോട്ടിൻ്റെ കേട്ടോ. ഒരു കൊടും കാടിനിടയ്ക്കുള്ളൊരു പൂള് പോലത്തെ ഉള്ളൊരു കടൽ. ഒരു രക്ഷ കേട്ടോ. സൂപ്പർ സ്ഥലത്ത് നമ്മൾ വന്നു പെട്ടത്. 3.5 മണിക്കൂർ യാത്ര ചെയ്ത് വെറുതെ ആയില്ല സൈക്കിളിൽ എത്തിപ്പെടാൻ പറ്റിയ സ്പോട്ട്. ഒരു 50 കിട്ടുന്ന സ്പോട്ടിൽ എത്തിപ്പെട്ടത്. നല്ലൊരു കൂളിങ് കഴിഞ്ഞ് ഫ്രഷായി യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.